പപ്പ വരുന്നുണ്ട് കേട്ടോ. സംഭവം എക്സൈറ്റഡ് ആണ്. പൊന്നു ഇവിടെ ഇരുന്നിട്ട് അവിടെ മാജൂസ് പിടിച്ചോണ്ടിരിക്കുക അമ്മ. എത്തിട്ടോ. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചേട്ടൻ അപ്പൊ കൂട്ടുകാരെ, നമ്മളങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ബാംഗ്ലൂർ എയർപോർട്ടിൽ പുറത്തിറങ്ങി ഞങ്ങള്. എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുഞ്ഞിപ്പന്റെ ഡ്രസ്സ് മാറ്റി, പൊന്നു ഡ്രസ്സ് മാറി, ചേഞ്ച് ഒക്കെ ചെയ്ത് ഞങ്ങൾ പുറത്തിറങ്ങിട്ടോ. പുറത്തേക്ക് ഇറങ്ങിട്ടോ. അപ്പൊ പപ്പേനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഭയങ്കര സന്തോഷം. ഇപ്പൊ എത്തും. പപ്പ ഇപ്പൊ വരും കൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മള് നോക്കിയിരിക്കുക. എന്റെ പൊന്നെ കുറെ നാൾക്ക് ശേഷം കാണും കേട്ടോ. ഇപ്പൊ 2 കൊല്ലല്ലേ, 2 കൊല്ലത്തിന് ശേഷം കാണുന്നയാ. അല്ലേ? അടിപൊളി. ഇനി ഇവിടുന്ന് 6 മണിക്കൂറുണ്ട് വീട്ടിലേക്ക് കേട്ടോ. ഇവിടുന്ന് 6 മണിക്കൂറാണ് വയനാട്. എന്താടാ ചെക്കൻ എക്സൈറ്റ്മെന്റ് ആയിട്ട് കയ്യില് ഫോണൊന്നും ഇരിക്കുന്നില്ല. പപ്പ വരുന്നുണ്ട് കേട്ടോ. സംഭവം എക്സൈറ്റഡ് ആണ്. സംഭവം 2 വർഷത്തിന് ശേഷം കാണാം കേട്ടോ. ഇവിടെ വെട്ടല്ലോ ഞാൻ കണ്ട് അപ്പ എത്തിട്ടോ. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകട്ടോ. പോകുന്നുണ്ട് കേട്ടോ, പോകുന്നുണ്ടേ. ഇപ്പൊ കിട്ടിപ്പിടിക്കുന്ന സംഭവം. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. അയ്യോ, അങ്ങനെ 2 വർഷത്തിന് ശേഷം കുഞ്ഞിപ്പെണ്ണ് കൈനെടുക്കാൻ പോട്ടോ. വാ. അച്ഛമ്മേ പൊങ്ങട്ടെ. കുഞ്ഞിപ്പെണ്ണിന് വഴക്കൊന്നുമില്ല കേട്ടോ. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഇടിഞ്ഞ എടുത്തോക്കട്ടെ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. പപ്പയുണ്ട്, ഷിനോയ് ചേട്ടയുണ്ട്, പപ്പയുടെ അടുത്ത് കുഞ്ഞിപ്പെണ്ണുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണ് പപ്പേന്റെ വീഡിയോ കോളൊക്കെ ചെയ്യുന്ന അറിയാലോ. മീശൊക്കെ ഇട്ട് പേടിച്ചിരിക്കാന്ന് തോന്നുന്നു. അപ്പൊ ഷിനോയ് ചേട്ടായി ഉണ്ട്. ഇത് നമ്മുടെ ലണ്ടനിലുള്ള ഷിനോയ് ചേട്ടയല്ല, ഇത് നമ്മുടെ കേരളത്തിലുള്ള ഷിനോയ് ചേട്ടയാണ്. അങ്ങനെ വണ്ടി ഓടിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പൊ മൈസൂർ എത്തി. നിങ്ങൾക്ക് മൈസൂർ അറിയോ? മൈസൂർ അറിയാത്ത ആരും ഉണ്ടാവില്ല. നമ്മള് ബാംഗ്ലൂരായിരുന്നു വണ്ടി ഇറങ്ങിയത്. അപ്പൊ അവിടുന്ന് മൈസൂർക്ക് വന്നോണ്ടിരിക്കാണ്. മൈസൂരിന്ന് നേരെ വീട്ടിലോട്ട്. കുഞ്ഞിപ്പെണ്ണ് നല്ല ഉറക്കത്തിലാട്ടോ. നല്ല ക്ഷീണായിരുന്നു. നല്ല വെയിലും നല്ല ചൂടുമാണ്. അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉറക്കവാ ക്ഷീണം കാരണം. നേതൃത്വം കൊടുത്ത് ഷിനോയ് ചേട്ടയാണ് മുന്നിലിരിക്കുന്നത് ഗൂഗിൾ മാപ്പായിട്ട്. കുഞ്ഞിപ്പെണ്ണെ എവിടെ എത്തി നമ്മള്? അതിന്റെ ഏത് സ്ഥലം? അപ്പൊ നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഇറങ്ങിയതാട്ടോ. ഇത് ഗുണ്ടൽപേട്ടന്റെ അടുത്തായില്ലേ? ഗുണ്ടൽപേട്ട്. അപ്പൊ കുഞ്ഞിപ്പെണ്ണാണ് ഇവിടെ നല്ല ചൂടൊക്കെ ആയിട്ട്, നല്ല ചൂടല്ലേ ഇവിടെ. അപ്പം ചൂടൊക്കെ ഇട്ട് ചൂടൊക്കെ അടിച്ച് ചൂടടിക്കുമ്പോ തന്നെ ഭയങ്കര ദേഷ്യവാ. അപ്പൊ കൂട്ടുകാര് നമ്മള് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. സോഡാ ലൈമും കുടിക്കാൻ കൊതിയായിട്ട് സോഡാ ലൈമും കുടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. ഇത് ചക്രമല്ലേ? ചക്രം. ഈ കാളവണ്ടിന് ചക്രം അല്ലേ? ഇവിടെ മൊത്തം കാളകളൊക്കെ കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. ഞാൻ ഇവിടെ ആണെങ്കിലും മൈസൂരൊന്നും വന്നിട്ടൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. കാലൊക്കെ നല്ല നീര് വെച്ച്. 2-3 ദിവസമായിട്ട് യാത്രയല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും യാത്ര ചെയ്തോട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമല്ല, വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്രയിലാണ് കേട്ടോ. ഗുണ്ടൽപേട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടൽപേട്ട് ടു വയനാടാണ് കേട്ടോ നമുക്ക് ഇനി പോകണ്ടേ. കുഞ്ഞിപ്പെണ്ണ ഇവിടെ ഇരുന്നിട്ടാണ് നല്ല വർത്താനം പറയുന്നുണ്ട്. കുഞ്ഞിപ്പെണ്ണ കാറ്റൊക്കെ എടുത്തിട്ടാണ്, അതിൽ കൂടെ കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. സാധാരണ ഞാൻ ബാക്കിൽ ഇരിക്കാറില്ലല്ലോ, ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുന്നതുകൊണ്ട് കുഞ്ഞിപ്പെണ്ണ എന്നെ ഇപ്പൊ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോകുമ്പോ എന്നെ ആദ്യമായിട്ടല്ലേ കാണുന്നേ. അപ്പൊ കുഞ്ഞിപ്പെണ്ണ നോക്കി ചിരിച്ചോണ്ടിരിക്കട്ടെ. എന്റെ മുടിയൊക്കെ പറക്കുന്ന കണ്ടിട്ട് കുഞ്ഞിന്റെ മുഖത്ത് എക്സ്പ്രഷൻസ് നോക്കിക്കോട്ടോ.
പൊന്നു ഇവിടെ ഇരുന്നിട്ട് അവിടെ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുക, മാംഗോ ജ്യൂസ്. കുറെ കാലമായില്ലേ മാംഗോ ജ്യൂസ് കുടിച്ചിട്ട്. അപ്പൊ അതിന്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി പൊന്ന് മാംഗോ ജ്യൂസും കുടിക്കുന്നുണ്ട്. ക്ഷീണായിട്ടോ, നല്ല ക്ഷീണം, നല്ല ക്ഷീണായിട്ടോ. ഏതാനും നിമിഷങ്ങളൊക്കകം നമ്മൾ വീട്ടിലെത്തുന്ന നിമിഷങ്ങൾക്ക് നമ്മൾ കാട്ടിക്കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് കൂട്ടുകാരെ ബന്ദിപ്പൂര് കാട്. കണ്ടോ, ഇത് കുറച്ച് വൈൽഡ് കാടാട്ടോ. ആനയും കടുവയൊക്കെ ഉണ്ടാവും. ഭാഗ്യമുണ്ടേ കാണാം, ഭാഗ്യമുണ്ടേ കടുവേനെ കാണാം, കൊരങ്ങൻ, ആന എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ കേരള ബോർഡർ എത്തി കേട്ടോ. നമ്മളിങ്ങനെ പോയിട്ട് കണ്ടോ കൊരങ്ങനൊക്കെ നിൽക്കുന്ന കേട്ടോ. കൊരങ്ങൻ എന്തോ ആലോചന നിൽക്കാണല്ലോ, എന്തോ ആലോചനയിലാണ് കേട്ടോ. സ്കൈ വേബി ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, കാടൊക്കെ കണ്ടിട്ടുണ്ടോ, മേലേക്ക് ആ മരമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട് സ്കൈ വേബി. എന്റെ മോനെ, അങ്ങനെ കേരളത്തിൽ കാല് കുത്തി. എന്താ കുഞ്ഞിപ്പെണ്ണോടെ നല്ല ഉറക്കത്തിലാട്ടോ. കൈയൊക്കെ ഇങ്ങനെ മൂടി വെച്ച്. അപ്പൊ ഇപ്പൊ ഉറങ്ങുവാണെങ്കിൽ വീട് എത്തുമ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ടെങ്കിൽ വലിയ വഴക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അയ്യോ കുഞ്ഞ്, നമ്മളിപ്പോ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഇപ്പൊ ഹാർട്ട് ബീറ്റിങ് ടിക് 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 നിന്നിട്ടുണ്ടോ? എനിക്ക് ഭയങ്കര എന്താ പറയാ, ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരുന്ന ബസ് കുഞ്ഞിപ്പെണ്ണ് എണീച്ചോട്ടോ. കുഞ്ഞിപ്പെണ്ണ് ഉറക്കത്തിന് എണീച്ചു കറക്റ്റ് സമയം. കറക്റ്റ് സമയം കേട്ടോ. ഇനി ഒരു 2 സ്റ്റോപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ വീട് എത്തിട്ടോ. കുഞ്ഞ് നമ്മളുടെ വീട്ടിലെത്തിപ്പാ. അങ്ങനെ നമ്മുടെ വീടെത്തിട്ടോ. ദൈവമേ, എനിക്ക് വയ്യ. ഇതാരും എന്റെ പൊന്നെ, അമ്മന്റെ കാലഴി കൊടുക്കട്ടെ ഞാന്. പൊന്നെ കാല് കുഞ്ഞിപ്പെണ്ണുണ്ട്, കുഞ്ഞിപ്പെണ്ണില്ലേ. എന്റെ ദൈവമേ, അയ്യോ പൊന്നതെ പിന്നെ വിളക്ക് വേണ്ടി പോണു. അയ്യോടാ എന്റെ ദൈവമേ, ആദ്യ പൊന്നേനെ കുഞ്ഞോ മോനെ വേണ്ട, മോളെ വേണ്ടേ, മോളെ മോള് എന്റെ ദൈവമേ. അവനവിടെ നിർത്ത്. എടുക്കട്ടെ. എന്റെ ദൈവമേ, എനിക്ക് വാങ്ങുമായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ. ബക്കുനെ അറിയോ? ബക്കുനെ അറിയോ? ഒരു ഉമ്മ കൊടുത്തേ.
ഓ ഞാൻ ചാക്കര കൂറ്റി എന്റെ ദൈവം എന്റെ ഡൂഡു പറഞ്ഞപ്പോഴത്തേക്കും അവന് ഓടി എന്റെ അടുത്ത് ഫസ്റ്റ് വന്നേ. അയ്യോണേ കണ്ട എന്നെ മനസ്സിലായി പെണ്ണിനെ പെണ്ണ് ചിരിക്കുന്നുണ്ടോ മനസ്സിലായി സ്കൈ കൈമാവിയാണോ ഇത് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നേ അടുത്തതായി കുഞ്ഞു ബേബിക്കുള്ള സർപ്രൈസ്. സർപ്രൈസ് അവന്റെ കുഞ്ഞായിക്ക് സർപ്രൈസ് അവന്റെ കുഞ്ഞായിക്ക് സർപ്രൈസ് എന്റെ ദൈവമേ സർപ്രൈസ് സർപ്രൈസ് അയ്യോ അപ്പന് സങ്കടം പപ്പ ഇമോഷണൽ. കൈ ബേബി എല്ലാം ഇങ്ങനെ നോക്കാട്ടോ. കൈ ബേബി മമ്മീനെ ഉമ്മച്ചീനെ പപ്പേനെ എല്ലാരും നോക്കിട്ട് അവന്റെ പുള്ളി സർപ്രൈസ് എന്തിയേരി നിനക്ക് കിട്ടി സർപ്രൈസ്. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. ഈ നിമിഷത്തിൽ നമ്മൾ ഏറ്റവും വലിയൊരു കാര്യം സർപ്രൈസ് പൊട്ടിക്കാൻ പോകണം. പൊട്ടിക്കണം. സ്കൈനെ കാണുന്നില്ല സ്കൈനെ കേട്ട് അതെല്ലാവരും ഉണ്ട്. ആ സ്കൈന്റെ ഓക്കെ അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഫാമിലി അങ്ങനെ ടോട്ടൽ 200K സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വേണ്ടി കാര്യം 2 ലക്ഷം കൂട്ടുകാർ നമ്മുടെ ഫാമിലിയില്. ഇപ്പൊ മനസ്സിലായില്ലേ ഇവരെന്ത് ഇങ്ങനെയായി പോയെന്ന്. അതെ. എല്ലാത്തിനും പണം വെച്ചു കൊടുക്കണം. ദേ പപ്പ പപ്പ, മമ്മി, കുഞ്ഞേച്ചി, ഡൂഡു, അളിയൻ. അളിയൻ ഇവിടെ ഇല്ല. ഇവിടെ ഇല്ല. മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മളെ പാസ്പോർട്ട് കിട്ടി നമ്മൾ നാട്ടിൽ വന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായി. നമ്മളെല്ലാം ഹാപ്പിയാണ്. കുഞ്ഞിപ്പെണ്ണ് ഹാപ്പിയാണ്. മൊത്തം അടിപൊളിയാണ്. അടിപൊളി